ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് പ്രൈമറി സ്റ്റാൻഡേർഡ്, then a standard solution, then estimation solution, then an intermediate solution. ഓർക്കുന്നുണ്ടാവുമല്ലോ, ഇൻ്റർമീഡിയറ്റ് സൊല്യൂഷൻ ഈസ് എ ലിങ്ക് സൊല്യൂഷൻ. നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് സൊല്യൂഷനിൽ പ്രൈമറി സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസ് രണ്ട് പ്രൈമറി സ്റ്റാൻഡേർഡാണ് നമുക്കുള്ളത്. Na2CO3യും H2C2O4 2H2O. ഇത് ഒരു ബേസിക് സ്റ്റാൻഡേർഡും ഇത് ഒരു അസിഡിക് സ്റ്റാൻഡേർഡുമാണ്. ബോത്ത് ആർ വീക്ക് സൊല്യൂഷൻസ്. അപ്പോൾ നമുക്ക് എസ്റ്റിമേഷന് വരുന്നത് സോഡിയം കാർബണേറ്റിൻ്റെ കൂടെ നമുക്ക് ബേസ് ആയിരിക്കും തരുന്നത്, അതുപോലെ ഓക്സാലിക് ആസിഡ് തരുമ്പോൾ നമുക്ക് ആസിഡ് ആയിരിക്കും തരുന്നത്. അങ്ങനെ ഓർക്കുക. അപ്പോൾ ഈ ബേസും തമ്മിൽ റിയാക്ട് ചെയ്യാത്തതുകൊണ്ട് നമ്മളൊരു സ്ട്രോങ് ആസിഡിനെ അവിടെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് എടുത്തു. പിന്നെ ഓക്സാലിക് ആസിഡ് പ്രൈമറി സ്റ്റാൻഡേർഡും അതുപോലെ ഗിവൺ ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്യാത്തതുകൊണ്ട് നമ്മളൊരു സ്ട്രോങ് ബേസിനെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് എടുത്തു. ഇതാണ് അതിൻ്റെ സം ആൻഡ് സബ്സ്റ്റൻസ്. നമുക്ക് ഇനി നോക്കേണ്ടത് പ്രാക്ടിക്കൽ സൈഡാണ്. എങ്ങനെയാണ് ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രൈമറി സ്റ്റാൻഡേർഡിനെ എങ്ങനെയാണ് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷനാക്കി മാറ്റുന്നത്. അതിനുവേണ്ടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമുക്ക് കൂടുതലായിട്ടും നോർമാലിറ്റിയാണ്. കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നോർമാലിറ്റി, അതുപോലെ തന്നെ മൊളാലിറ്റി ആൻഡ് മൊളാരിറ്റി, ഇങ്ങനെ 3 ടേംസാണ് നമുക്ക് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധാരണയായി ഉപയോഗിക്കുന്നത്. നോർമാലിറ്റി N എന്ന ലെറ്റർ, മൊളാലിറ്റി സ്മോൾ m ആൻഡ് മൊളാരിറ്റി ക്യാപിറ്റൽ M. ഈ രീതിയിലാണ് നമുക്ക് ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ എന്താണ് ഈ നോർമാലിറ്റി? ഇത് നമ്മൾ ഏതൊരു സബ്സ്റ്റൻസ്, ഇപ്പോൾ ഇവിടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഈ പ്രൈമറി സ്റ്റാൻഡേർഡ്, അതുപോലെ ആസിഡ്, ബേസ്, ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മോളാർ മാസ് അല്ലെങ്കിൽ മോളിക്കുലർ വെയിറ്റ് നമ്മൾ പറയും. ഏതൊരു സബ്സ്റ്റൻസിൻ്റെയും മോളിക്കുലർ വെയിറ്റ് കണ്ടുപിടിക്കുക. ഈ മോളിക്കുലർ വെയിറ്റുമായിട്ടാണ് നമ്മൾ നോർമാലിറ്റിയും മൊളാലിറ്റിയും മൊളാരിറ്റിയെയും ബന്ധിപ്പിക്കുന്നത്. മോളിക്കുലർ വെയിറ്റ് നമുക്കിവിടെ സോഡിയം കാർബണേറ്റും ഓക്സാലിക് ആസിഡും ഉണ്ട്. അപ്പോൾ മോളിക്കുലർ വെയിറ്റ് ഓഫ് Na2CO3 നമുക്ക് ആദ്യം കൺസിഡർ ചെയ്യാം. ഇവിടെ സോഡിയം, അതിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 23 ആണ്. 2 സോഡിയം ഉണ്ട്, അപ്പോൾ 23 × 2 പ്ലസ് ഒരു കാർബൺ ഉണ്ട്. കാർബണിൻ്റെ അറ്റോമിക് മാസ് 12 ആണ്, 12 × 1. ദെൻ ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 16 ആണ്, അപ്പോൾ 16 × 3. ഇത് ആഡ് ചെയ്യുമ്പോൾ 23 × 2 എന്ന് പറയുന്നത് 46 പ്ലസ് 12 പ്ലസ് 16 3 48. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര? അപ്പം മോളിക്കുലർ മാസ് 106. അത് ഗ്രാം എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് ഗ്രാം മോളാർ മാസ് എന്ന് പറയും. നമുക്കിവിടെ ഒരു നമ്പറായിട്ട് പറഞ്ഞാൽ മതി. സോഡിയം കാർബണേറ്റിൻ്റെ മോളിക്കുലർ മാസ് 106 ആണ്. അപ്പോൾ 1 ലിറ്റർ സൊല്യൂഷനിൽ 106 ഗ്രാം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ 1 മോളാർ സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. 1 മോളാർ സോഡിയം കാർബണേറ്റിൻ്റെ അക്വ സൊല്യൂഷൻ 1 ലിറ്റർ സൊല്യൂഷൻ എടുത്താൽ അതിനകത്ത് 106 ഗ്രാം സോഡിയം കാർബണേറ്റ് ഡിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ 1 മോളാർ സൊല്യൂഷൻ ഓഫ് സോഡിയം കാർബണേറ്റ്. അപ്പോൾ എന്താണ് 1 നോർമൽ സൊല്യൂഷൻ? ഇവിടെ നമ്മൾ നോക്കുക, എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ സോഡിയം കാർബണേറ്റിനകത്ത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സിമ്പിൾ എലമെൻറ്റിനെ എടുക്കുക. അത് ഇവിടെ സോഡിയമാണ്. ഇപ്പോൾ സോഡിയത്തിൻ്റെ 2 ആറ്റമാണ് ഇവിടെ ഉള്ളത്, അതായത് 2 ഇക്വലൻസ് എന്ന് നമുക്ക് പറയാം. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഹൈഡ്രജനെ ബേസ് ചെയ്തിട്ടാണ്. ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന ഏതൊരു എലമെൻറ്റിൻ്റെയും വെയിറ്റ് വെച്ചിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം. അതായത് നമ്മൾ HCl എടുക്കുകയാണ്. HCl എടുക്കുകയാണെങ്കിൽ HClൻ്റെ
ഈ എച്ചിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് NaCl വരുന്നത്. അപ്പം ഒരു എച്ചിന് ഇക്വലൻ്റാണ് ഒരു N, ഒരു ഹൈഡ്രജൻ ഇക്വലൻ്റാണ് ഒരു സോഡിയം. അപ്പോൾ ഇവിടെ 2 സോഡിയം ഉണ്ട്, അതുകൊണ്ട് 2 ഇക്വലൻസ് ഉണ്ട്. അപ്പോൾ Na2CO3യുടെ ഒരു മോളിക്യൂളിൽ സോഡിയത്തിൻ്റെ 2 ഇക്വലൻസ് ഉണ്ട് അല്ലേ. അതുകൊണ്ട് മോളിക്കുലർ മാസിനകത്ത് 2 ഇക്വലൻസ് ഉള്ളതുകൊണ്ട് ഒരു ഇക്വലൻ്റ് ഉള്ളത് എത്രയിലാണ് എന്ന് നോക്കുക. അപ്പം 106-നകത്താണ് 2 ഇക്വലൻ്റ് ഉള്ളതെങ്കിൽ ഒരു ഇക്വലൻ്റ് ഉള്ളത് അതിൻ്റെ പകുതിയിലായിരിക്കും. അപ്പം 106/2 ദാറ്റ് ഈസ് 53 ഗ്രാം ആണെങ്കിൽ ഗ്രാം ഇക്വലൻ്റ് മാസ്, 53 നമ്പർ പറയുകയാണെങ്കിൽ അത് ഇക്വലൻ്റ് മാസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ സോഡിയം കാർബണേറ്റിൻ്റെ ഇക്വലൻ്റ് മാസ് എന്ന് പറയുന്നത് ഇക്വലൻ്റ് മാസ് ഓഫ് സോഡിയം കാർബണേറ്റ് Na2CO3 എന്ന് പറയുന്നത് 53യും മോളിക്കുലർ മാസ് ഓഫ് Na2CO3 എന്ന് പറയുന്നത് 106ഉമാണ്. ഇത് മനസ്സിൽ വയ്ക്കാം. അടുത്തായിട്ട് നമുക്ക് ഓക്സാലിക് ആസിഡ് ഫോർമുല H2C2O4 2H2 ആണ്. ഇതേപോലെ നമുക്ക് അതിൻ്റെ മോളിക്കുലർ മാസ് ആദ്യം കാണാം. H2C2O4 ഹൈഡ്രജൻ 1 × 2 1 അറ്റോമിക് മാസുള്ള 2 ഹൈഡ്രജൻ പ്ലസ് 12 അറ്റോമിക് മാസുള്ള 2 കാർബൺ പ്ലസ് 16 അറ്റോമിക് മാസുള്ള 4 ഓക്സിജൻ പ്ലസ് 2 വാട്ടർ മോളിക്യൂൾസ്. വാട്ടർ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ 16 2 18, അപ്പോൾ 2 × 18 ദാറ്റ് ഈസ് 36 വാട്ടർ മോളിക്യൂൾ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം നമുക്ക്. 2 + 12 2 24 16 4 64 + 36 ദാറ്റ് ഈസ് ഈക്വൽ ടു 126. അപ്പോൾ മോളിക്കുലർ മാസ് ഓഫ്, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, മോളിക്കുലർ മാസ് ഓഫ് ക്രിസ്റ്റലൈൻ ഓക്സാലിക് ആസിഡ് ആണ്. ക്രിസ്റ്റലൈൻ എന്ന് വെച്ചാൽ ഹൈഡ്രേറ്റഡ് ഓക്സാലിക് ആസിഡ്. ഹൈഡ്രേറ്റഡ് ഓക്സാലിക് ആസിഡ് ആണ് എത്ര? 126 ഗ്രാം. ഇവിടെ നമുക്ക് നോക്കാം H2C2O4, അതായത് 2 ഇക്വലൻസ്. ഈ മോളിക്കുലർ മാസിൽ ഇത് വാട്ടർ അവിടെ നമ്മൾ എടുക്കത്തില്ല. ഓക്സാലിക് ആസിഡിൻ്റെ ഫോർമുല ഇതാണ്. ഇത് വാട്ടർ ഓഫ് ഹൈഡ്രേഷനാണ്. അതുകൊണ്ട് ഈ ഓക്സാലിക് ആസിഡിനകത്ത് 2 ഹൈഡ്രജൻ ആണ് ഉള്ളത്. 2 ഹൈഡ്രജൻ. അപ്പോൾ 2 ഇക്വലൻസ് ആണ് ഒരു മോളിക്യൂളിനകത്തുള്ളത്. ഇത് മാത്രം എടുത്താലും അങ്ങനെ എടുക്കും, ഇത് വാട്ടർ ഓഫ് ഹൈഡ്രേഷനായിട്ട് എടുത്താലും അങ്ങനെ തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം 2 ഇക്വലൻസ് ആണ് ഇതിനകത്തുള്ളത്. അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ COOH അതിനകത്ത് 2 റീപ്ലേസബിൾ ഹൈഡ്രജനാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെയും ഇതിനകത്ത് 2 ഇക്വലൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇത് മോളാർ മാസ് ആണെങ്കിൽ ഇക്വലൻ്റ് മാസ് ഓഫ് ഓക്സാലിക് ആസിഡ് എന്ന് പറയുന്നത് എത്രയാണ്? മോളിക്കുലർ മാസ് /2 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 63 ഗ്രാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ഓക്സാലിക് ആസിഡിൻ്റെ ഇക്വലൻ്റ് മാസ് 63യും മോളിക്കുലർ മാസ് 126 ഗ്രാം എന്നും വരുന്നു. ഈ ഇക്വലൻ്റ് മാസ് അറിഞ്ഞു വെച്ചുകൊണ്ടാണ് നമുക്കിനി സൊല്യൂഷൻ ഉണ്ടാക്കേണ്ടത്. അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ, വെയ്റ്റ് കാൽക്കുലേഷനാണ്. അതായത് പ്രൈമറി സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യും, അതിന് എത്ര ഗ്രാം സബ്സ്റ്റൻസ് ആണ് വെയിറ്റ് എടുക്കേണ്ടത്. ഇവിടെ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് അത് ഡിസ്കസ് ചെയ്യണം. നമ്മൾ എടുക്കുന്ന സൊല്യൂഷൻ അതിപ്പോൾ യൂണിവേഴ്സിറ്റി ലെവലിൽ സൊല്യൂഷൻ്റെ സ്ട്രെങ്ത് എങ്ങനെയാണ് എടുക്കുന്നത്. നിങ്ങളുടെ സിലബസിൽ, കേരള യൂണിവേഴ്സിറ്റി സിലബസിൽ 0.05 നോർമൽ ആൽക്കലി ഓർ ആസിഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൽക്കലി അതല്ലെങ്കിൽ ആസിഡ്. അതായത് 20 സൊല്യൂഷൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് 0.05 നോർമൽ സൊല്യൂഷനാണ് സ്റ്റാൻഡേർഡ് സൊല്യൂഷനായിട്ട് എടുക്കേണ്ടത്. ഇവിടെ നമ്മൾ വോളിമെട്രിക് എക്സ്പെരിമെൻ്റ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരേ രീതിയിലാണ്. അതായത് നമ്മൾ എടുക്കുന്ന സൊല്യൂഷൻ, അതായത് 0.1 നോർമൽ സൊല്യൂഷൻ ഒരു V വോളിയം നമ്മൾ എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് സൊല്യൂഷൻ്റെത് 0.1 നോർമൽ ആണെങ്കിൽ അതിൻ്റെ വോളിയവും V ആയിരിക്കും. കാരണം ഇതാണ് ലോ ഓഫ് ടൈട്രേഷൻ എന്ന് പറയുന്നത്. ആ ടൈട്രേഷന് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരേ സ്ട്രെങ്തിലുള്ള 2 സൊല്യൂഷൻസ് ടൈട്രേറ്റ് ചെയ്താൽ
ഇക്വലൻസ് പോയിൻറ്റിൽ കംപ്ലീറ്റ് ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും വോളിയം ഈക്വൽ ആയിരിക്കും. ഒന്നും കൂടെ സിമ്പിളായിട്ട് പറയാം. നിങ്ങൾ 20 ml സൊല്യൂഷൻ എടുക്കുന്നു, 0.1 നോർമൽ, ദാറ്റ് ഈസ് സൊല്യൂഷൻ 1. ഫസ്റ്റ് സൊല്യൂഷൻ്റെ നോർമാലിറ്റി 0.1 നോർമലും അതിൻ്റെ വോളിയം 20 ആണെങ്കിൽ ഈക്വലൻസ് പോയിൻറ്റിൽ നിങ്ങൾക്ക് 0.1 നോർമൽ തന്നെ ഉള്ള ഒരു സൊല്യൂഷൻ വെച്ചാണ് ടൈട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ 20 വോളിയം തന്നെയായിരിക്കും ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്നത്. ഇതാണ് തിയററ്റിക്കൽ എൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തിയററ്റിക്കൽ എൻഡ് പോയിൻ്റ്, അതായത് ഇതിൻ്റെ ഇപ്പം നമ്മളിവിടെ ആസിഡാണ് എടുക്കുന്നതെങ്കിൽ ആസിഡിനെ കംപ്ലീറ്റായിട്ട് ബേസ് ന്യൂട്രലൈസ് ചെയ്ത് സൊല്യൂഷൻ്റെ pH 7 ആക്കി വരണം. നിങ്ങൾക്കറിയാമല്ലോ ആസിഡ് എന്ന് പറയുന്നത് <7 ആണ്. pH ഓക്കെ, pH is less than 7 for acid and for bases pH is greater than 7. അപ്പം 8 മുതൽ 14 വരെ വരുന്നത് ബേസിക് സൊല്യൂഷനും 1 മുതൽ 7 താഴെ അപ് ടു 7 വരുന്നത് എക്സാക്റ്റ് 7 ആണെങ്കിൽ അത് ന്യൂട്രലുമാണ്. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ ഈ ഒരു ടൈട്രേഷന് നമ്മളെങ്ങനെ, എന്നാൽ എക്സാക്റ്റായിട്ട് 0.1 നോർമൽ സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ ടൈട്രേഷൻ 2 സൊല്യൂഷൻ്റെ വോളിയം 20, 0.1 ഇങ്ങനെ വയ്ക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ ഈ റേഞ്ചിൽ കിട്ടാൻ വേണ്ടിയാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിവിടെ അപ്രോക്സിമേറ്റ്ലി, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ അപ്രോക്സിമേറ്റ്ലി 0.05 നോർമൽ സൊല്യൂഷൻ ഈസ് ഗിവൺ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വെയ്റ്റ് കാൽക്കുലേഷൻ ചെയ്യാം. കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുന്നത് ഒരു എക്സാമ്പിളായിട്ട് സോഡിയം കാർബണേറ്റ് എടുത്തുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അസിഡിമെട്രി, ആൽക്കലിമെട്രി ടൈട്രേഷൻ എല്ലാം നമ്മൾ നോർമാലിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ സബ്സ്റ്റൻസിൻ്റെയും ഇക്വലൻ മാസ് അല്ലെങ്കിൽ ഇക്വലൻ വെയിറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സോഡിയം കാർബണേറ്റിൻ്റെ ഇക്വലൻ വെയിറ്റ് നിങ്ങൾക്കറിയാം 53 ആണ്. അപ്പോൾ എങ്ങനെയാണ് സോഡിയം കാർബണേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? നമുക്ക് ആവശ്യമുള്ള സൊല്യൂഷൻ ഒന്നുകിൽ 0.1 നോർമൽ സൊല്യൂഷൻ ആയിരിക്കും, അതല്ലെങ്കിൽ 0.05 നോർമൽ സൊല്യൂഷൻ ആയിരിക്കും. 0.1 നോർമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ 1 നോർമൽ, ഇത് 0.1 ആകുമ്പോൾ n/10 സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. n/10 ആണ് അതിൻ്റെ സ്ട്രെങ്ത്. ഇതെന്ന് പറയുന്നത് n/20 സൊല്യൂഷനാണ്. 2 സ്ട്രെങ്തിലാണ് വേണ്ടത്. ഇനി ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഒരു പക്ഷേ നിങ്ങളൊരു പ്രൊസീജിയർ എഴുതി കൊടുക്കും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു കറക്റ്റ് പ്രൊസീജിയർ തരും. ആ പ്രൊസീജിയർ അനുസരിച്ചാണ് നിങ്ങൾ എക്സാമിനേഷന് പ്രാക്ടിക്കൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്, വോളിമെട്രിക് അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രൊസീജിയറിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതിന് നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ 100 ml പ്രിപ്പയർ ചെയ്യാം, അതല്ലെങ്കിൽ 250 ml, ഏത് ലെവൽ 200 വേണേൽ ചെയ്യാം, 150 ചെയ്യാം, ഒക്കെ ചെയ്യാം. അപ്പം ജനറലി നമ്മൾ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊസീജിയറാണ് എല്ലാ ഡിഗ്രി പ്രാക്ടിക്കൽസിനും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്കും അതുപോലെ തന്നെ 250 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്കും ആണ് ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ വ്യത്യാസം എന്ന്? 100 ml എന്ന് പറയുന്നത് നമുക്ക് 1, 2, 3 ടൈട്രേഷനൊക്കെ ചെയ്യാനായിട്ട് ഇത്രയും സൊല്യൂഷൻ മതിയാവും. വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ടൈട്രേഷന് അപ്രോക്സിമേറ്റ്ലി 20 ml സൊല്യൂഷൻ, അങ്ങനെ 20 × 3 എന്ന് പറയുമ്പോഴത്തേക്ക് 60 ml സൊല്യൂഷനാണ്, അല്ലെങ്കിൽ ഒരു 60 to 70 ml സൊല്യൂഷനായിരിക്കും. പിന്നെ റിൻസ് ചെയ്യാനും പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ബ്യൂററ്റ് ഫിൽ ചെയ്യാനൊക്കെ വരുന്ന അതെല്ലാം കൂടി ചേർത്തൊരു 100 ml കൊണ്ട് നമുക്ക് വളരെ കെയർഫുള്ളായിട്ട് വേണമെങ്കിൽ ചെയ്യാം. എന്നാൽ കുറച്ചുകൂടെ നമ്മൾ റിലാക്സ് ചെയ്ത് ഇത്രയും ശ്രദ്ധിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, കുറച്ചുകൂടെ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 250 ml സൊല്യൂഷൻ എടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ മാറ്റിയെടുക്കുന്നതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. അതായത് ഇപ്പോൾ 100 ml നമ്മൾ എടുക്കുന്ന സബ്സ്റ്റൻസിൻ്റെ വെയിറ്റ് കുറവായിരിക്കും, ഒരു ലോ വെയിറ്റ് ആയിരിക്കും നമ്മൾ 100 ml വേണ്ടി എടുക്കുന്നത്. അതേ സ്ട്രെങ്ത് ഉള്ള സൊല്യൂഷൻ 250 ml ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ വെയിറ്റ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ വെയ്യിങ് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിരിക്കും. അതായത് ചെറിയൊരു എമൗണ്ടിനകത്ത് എന്തെങ്കിലും തെറ്റ് വന്ന്, അതായത് ഇപ്പോൾ ഒരു 1 gram നിങ്ങൾ എടുക്കുമ്പം അതിനകത്ത് അല്പം ഒരു വ്യത്യാസം വന്നാണ് വരുന്നതും, ഒരു 5 gram എടുക്കുന്നതിനകത്ത് ഒരു 1-നകത്തൊരു 0.1 വ്യത്യാസം വരുന്നു, 5-നകത്തൊരു 0.1 വ്യത്യാസം വരുന്നത് നമ്മൾ എന്ത് വ്യത്യാസമാണ് അല്ലേ? 1-ൽ നിന്ന് 0.1 പോയി കഴിഞ്ഞാൽ 0.9 എന്നായി മാറും.
5-ൽ നിന്ന് പോയി കഴിഞ്ഞാൽ 4.9 എന്നാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഒരു ലാർജ് ക്വാണ്ടിറ്റി നമ്മൾ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് എറർ മിനിമൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ കോളേജിൽ 250 ml ആയിരിക്കാം ഇൻസ്ട്രക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം. ഏതായാലും നമുക്ക് 100 ml എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, 250 ml എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ 2 കാൽക്കുലേഷനാണ് ചെയ്യുന്നത്. 0.1 നോർമൽ 100 ml 0.1 നോർമൽ 250 ml എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. അതുപോലെ 0.05 നോർമൽ 100 ml സൊല്യൂഷനും 250 ml സൊല്യൂഷനും എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. 2 ഓപ്ഷൻസാണ്. നിങ്ങളുടെ കോളേജിൽ ഏത് രീതിയിലാണോ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഒന്ന് പകുതിയാക്കുമ്പോഴത്തേക്ക് നമുക്ക് വേസ്റ്റേജ്, കെമിക്കലിൻ്റെ വേസ്റ്റേജ് കുറയ്ക്കാം. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ പകുതി സ്ട്രെങ്തുള്ള സൊല്യൂഷൻ വെച്ചിട്ടാണ് ടൈട്രേഷൻ ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി വളരെ കുറവ് മതി. നമുക്ക് തിയററ്റിക്കലായിട്ട് നമ്മൾ ഈ സ്ട്രെങ്തിൽ ഈ വോളിയത്തിൽ എത്ര വെയിറ്റ് എടുക്കണം എന്ന് നോക്കും. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു എക്സാക്റ്റ് വെയിറ്റ് കിട്ടും. ആ എക്സാക്റ്റ് വെയിറ്റ് എടുക്കാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ എത്രയാണോ നമുക്ക് കിട്ടുന്നത് ആ വെയിറ്റ് തന്നെ ആയിരിക്കത്തില്ല. നമ്മൾ സബ്സ്റ്റൻസ് ഇട്ടിട്ട് വെയിറ്റ് എടുക്കുമ്പോഴത്തേക്ക് ഈ കാൽക്കുലേറ്റ് ചെയ്ത അതേ വെയിറ്റ് ആയിരിക്കത്തില്ല, അതിനടുത്തുള്ളൊരു വെയിറ്റ് അല്പം കൂടിയോ കുറഞ്ഞോ ഒക്കെ ആയിരിക്കും വരുന്നത്. പക്ഷേ നമ്മൾ എടുത്ത വെയിറ്റ് എത്രയാണ് ആഫ്റ്റർ ട്രാൻസ്ഫർ, നമ്മൾ എത്രയാണ് നമ്മുടെ സൊല്യൂഷനിലേക്ക് ആഡ് ആയിട്ടുള്ളത് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ദ കറക്റ്റ് വെയിറ്റ് correct weight of the substance present in 100 ml or 250 ml solution. അത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ്റെ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ നോർമാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുന്നില്ല. ഇപ്പോൾ തന്നെ കുറച്ച് ഡേറ്റ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി വെയിറ്റ് കാൽക്കുലേഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേഗത്തിൽ തന്നെ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായി എഴുതി മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.